നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്കിലേക്ക് തുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിൽ തുക ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള നിരവധി ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്കിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിതരണമാണ് നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതിനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അതായത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുക. അതുമാത്രമല്ല, കൃത്യമായിട്ട് ഇതിലൊരു സ്ഥിരീകരണ അറിയിപ്പ് കൂടി ആ സമയത്ത് നമ്മുടെ ചാനൽ വഴി തന്നെ നൽകുന്നതുമായിരിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നവരുണ്ട്. 300 രൂപ ലഭിക്കുന്നവർ, 500 ലഭിക്കുന്നവർ, അതോടൊപ്പം തന്നെ 200 രൂപ ലഭിക്കുന്നവർ, അവർക്ക് ആ ഒരു വിഹിതം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബാങ്ക്, ഇസാഫ് ബാങ്ക്, ഇങ്ങനെയുള്ള ചില ബാങ്കുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പുകളും വന്നിട്ടുണ്ട്. മറ്റ് പ്രമുഖ ബാങ്കുകളിലൊന്നും തന്നെ ഈ തുക എത്തിയതിൻ്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതെല്ലാം നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും. ജൂലൈ മാസം 31 മുൻപ് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. ഇനി ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ അടുത്ത മാസം 24 തീയതി വരെയുണ്ട്. മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മാസം കൂടുതൽ ആനുകൂല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിവേഗം തന്നെ ഈ മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ സപ്ലൈകോ വഴി പ്രത്യേക ആനുകൂല്യം ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെ എത്തിച്ചേർന്ന ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് ഈ ഒരു പ്രത്യേക സഹായം. അതായത് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ പോലും 10% സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതുൾപ്പെടെ ലഭിക്കുന്ന ഒരു പ്രത്യേക സ്കീമാണ്. ജൂലൈ മാസം 31 വരെ ഇതിനുള്ള സമയമുള്ളൂ. അത് സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നവർ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, റേഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിൽ എത്തിച്ചേർന്നും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് 6 മാസമോ അതിലധികമോ ഒക്കെ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കാർഡ് മരവിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളും എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങളും സപ്ലൈകോ വഴി സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തുള്ള ഗർഭിണികൾക്ക് ആദ്യ പ്രസവത്തിനും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിലും പ്രത്യേക സഹായമുണ്ട്. ആദ്യ പ്രസവത്തിൽ 5000 രൂപ ലഭിക്കുന്നു. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും സഹായമുണ്ടാകും. ആദ്യ ഗഡുവായിട്ട് 3000 രൂപയും രണ്ടാം ഗഡുവായിട്ട് പ്രസവശേഷമാണ്, കുഞ്ഞ് ജനിച്ച ശേഷമാണ് 2000 രൂപ ബാക്കി ലഭിക്കുന്നത്. അങ്ങനെ ആദ്യ പ്രസവത്തിന് 5000 രൂപ, രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ 6000 രൂപ. മാതൃവന്ദന യോജന എന്ന് പറയുന്ന സർക്കാർ പദ്ധതിയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അംഗനവാടിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ്. അംഗനവാടി വഴി കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനും സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയിൽ 1600 രൂപ വിതരണം ചെയ്യുമ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത്. കൃത്യമായിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള പെൻഷൻ തുകയോടൊപ്പം ചേർത്ത് ഇത് വിതരണം ചെയ്യുന്ന രീതിയില്ല. അതുമാത്രമല്ല, നാളുകളുടെ കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഓരോ സമയത്താണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഈ ഒരു വിതരണത്തിൽ, അതായത് ഈ 25 തീയതി ആരംഭിച്ചിട്ടുള്ള വിതരണത്തിൽ അവർക്കുള്ള ധനസഹായം എത്തിച്ചേരണമെന്നില്ല. അതിനുശേഷം ഒരാഴ്ച വൈകിയൊക്കെ ആവാം, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ വൈകിയൊക്കെ ആവാം ഒരുപക്ഷെ ധനസഹായം എത്തിച്ചേരുന്നത്. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ബോർഡ് കൂടിയാണിത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ്, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നൽകി തീർക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.